ഫഹദ് ഫാസിൽ മലയാള സിനിമയിൽ തന്നെ ഇങ്ങനെ ഒരു കംബാക്ക് നടത്തിയ വേറൊരു നടനുണ്ടാവില്ല. മലയാളികൾക്ക് എന്നും അഭിമാനിക്കാവുന്ന രീതിയിൽ പുള്ളീൻ്റെതായ കഴിവുകൾ കൊണ്ട് പുള്ളി ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹാനടൻ. അതിൻ്റെ ഒപ്പം തന്നെ പ്രൊഡ്യൂസറായിട്ടും അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളിൽ പുള്ളിക്ക് കഴിവ് തെളിയിക്കാൻ പറ്റുമോ നമുക്ക് ഈ അടുത്ത് തന്നെ അറിയാം. പ്രേമലു വലിയൊരു ഹിറ്റായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളിൽ കഴിവ് തെളിയിച്ച് ഫിലിം ഇൻഡസ്ട്രിയിൽ മലയാളത്തിൽ വലിയൊരു സ്ഥാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നടനാണ്. പക്ഷെ ഫഹദിന്റെ ആവേശം കഴിഞ്ഞിട്ടുള്ള ഒരു 4-5 സിനിമകൾ, ഈ സിനിമകളിൽ പുള്ളീന്റെ ക്യാരക്ടർ, പുള്ളീന്റെ മൂവി സെലക്ഷൻസ്, ഈ കാര്യങ്ങളിൽ എന്നെ പോലെ തന്നെ നിങ്ങൾക്കും കുറച്ച് സാറ്റിസ്ഫാക്ഷൻ ഇഷ്യൂ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ സംസാരിക്കുന്നത്. എൻ്റെ ഒരു 10ാം ക്ലാസ് +1 കാലം തൊട്ട് തന്നെ പുള്ളീന്റെ ഇറങ്ങിയിട്ടുള്ള എല്ലാ സിനിമകളും ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതിനു മുമ്പുള്ള കയ്യെത്തും ദൂരത്തൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പം ഞാൻ പുള്ളീന്റെ ഒരു വലിയൊരു ഫാൻ ബോയ് തന്നെയാണ്. ചാപ്പാക്കുരിശൊക്കെ നമുക്ക് ഇപ്പോഴും കാണുമ്പോൾ അന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു ടൈപ്പ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ലാത്ത കാലത്ത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് കാണാത്ത ഒരു മോഡലിലുള്ള ഒരു സിനിമയായിരുന്നു. അതിനുശേഷം പുള്ളി കുറേ സിനിമകൾ ചെയ്തു, അറിയപ്പെട്ട കുറേ സിനിമകൾ. പക്ഷെ അതിലൊക്കെ പുള്ളീന്റെ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിനെ വരെ വെച്ച് കമ്പയർ ചെയ്യുന്ന ലെവലിലായിരുന്നു. അത് പുള്ളീന്റെ അധ്വാനം കൊണ്ട് മാത്രം ഉണ്ടായതാണ്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് പുള്ളി അത്രയും കാലം സിനിമയിൽ നിന്ന് മാറിയിരുന്നു. കയ്യെത്തും ദൂരത്ത് ചെയ്തതിന് ശേഷം എത്രയും വലിയൊരു ഇടവേള എടുത്ത് പുള്ളി തന്നെ പറയുന്നതാണ് ഞാൻ അഭിനയം പഠിക്കാൻ പോയതാണ്. ആ ഒരു കാര്യത്തോട് പൂർണ്ണമായിട്ടുള്ള നീതി പുലർത്തിക്കൊണ്ടാണ് പുള്ളീന്റെ 2ാമത്തെ വരവ്. അതെന്ന് പറഞ്ഞാൽ കുറേ സിനിമകൾ, അടിപൊളി സിനിമകൾ. ഇപ്പോൾ നമുക്കറിയാം ഇയോബിന്റെ പുസ്തകം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും നമുക്ക് എത്ര തവണ വേണമെങ്കിലും ഇരുന്ന് കണ്ടാൽ പോലും ബോറടിക്കില്ലാത്ത ഒരു ക്ലാസിക് മൂവി. അതെന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ വലിയ വിജയമൊന്നും ആയിട്ടുണ്ടാവില്ല. പക്ഷെ നമുക്ക് ഇപ്പോഴും ഫോണിലാണെങ്കിലും നമുക്ക് ടി വിയിലാണെങ്കിലും ഇട്ട് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഫ്രെയിമുകളും പുള്ളീന്റെ അഭിനയവും പുള്ളീന്റെ സ്വാഗും അതൊന്നും ഒരാൾക്ക് പോലും ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതേപോലെ പെർഫെക്റ്റ് ആവണമെന്നില്ല. അങ്ങനത്തെ രീതിയിൽ കുറേ ക്യാരക്ടേഴ്സ്. അതിനുശേഷം വീണ്ടും ഫഹദ് ഫാസിൽ കുറേ സിനിമകൾ ചെയ്യുന്നു. അന്നേ റസൂലൊക്കെ മലയാള ഇൻഡസ്ട്രി തന്നെ നമുക്കൊരു റൊമാൻറ്റിക് മൂവി അല്ലെങ്കിൽ ഒരു ലവ് സ്റ്റോറി പറയുന്ന ഒരു സിനിമ, ആ ഒരു കാറ്റഗറിയിൽ അത്രയും ക്ലാസിക് ആയിട്ടുള്ള സിനിമകൾ പണ്ട് നമ്മൾ മോഹൻലാലിൻ്റെ ഒക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. ആ ഒരു ലെവലിനെ വരെ എത്തുന്ന രീതിയിലുള്ള അടിപൊളി സിനിമകൾ. അതിനുശേഷം ഫഹദ് ശരിക്കും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക്, അതായത് കുറച്ചും കൂടി ആൾക്കാരിലേക്ക് എത്തിപ്പെട്ടു മഹേഷിന്റെ പ്രതികാരം വന്നോടെയാണ്. ആ സിനിമ ഇറങ്ങുമ്പോൾ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഞാൻ +2 +1 ആ ടൈമിൽ പഠിക്കുന്ന സമയത്താണ്. ഞങ്ങളപ്പോൾ എപ്പോഴും സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി പോകുന്ന സമയത്ത് ഫസ്റ്റ് ദിവസം അവിടെ പോസ്റ്റർ വന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇത് നല്ല സിനിമയായിരിക്കും. എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഒരാഴ്ചക്കുള്ളിൽ പോകും. അങ്ങനെ ഒരാഴ്ച പറഞ്ഞു. എല്ലാ ദിവസവും ബസ് കയറി പോകുന്ന സൈഡിൽ, വലത്തെ സൈഡിൽ ആ ഒരു പോസ്റ്റർ അവിടെ ഉണ്ടാവും. അങ്ങനെ 2.5 മാസത്തോളം ആ സിനിമയോടെ ഓടി. ആ സിനിമയോടെ ഒരുവിധം കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടമല്ലായിരുന്ന ഫഹദ് ഫാസിലിനെ കുടുംബ പ്രേക്ഷകർക്കും ഇഷ്ടമാവാൻ തുടങ്ങി. കാരണം പുള്ളീന്റെ പഴയ സിനിമകളിൽ നമുക്കറിയാം പുള്ളി ഭയങ്കര കിസ്സിങ്ങും അങ്ങനത്തെ കുറച്ച് ഓവർ റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് അന്നത്തെ കാലത്ത് പലരും കമ്മിറ്റഡ് ആവില്ലാത്ത പല കാര്യങ്ങളിലും ഫഹദ് ഫാസിൽ ചെയ്യുമായിരുന്നു. കാരണം പുള്ളിക്ക് അഭിനയത്തിനോടുള്ള അത്രയും പാഷനേറ്റ് ആയിരുന്നു. പുള്ളി മഹേഷിന്റെ പ്രതികാരം ഇറങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഫ്ലവേഴ്സിൽ ഒരു ഷോയ്ക്ക് വന്നപ്പോൾ എനിക്ക് ഫാൻസ് അസോസിയേഷൻ വേണ്ട, കാരണം എന്നെ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇഷ്ടമല്ല. അത്രയും വർഷങ്ങൾക്ക് ശേഷം പുള്ളീന്റെ സ്റ്റാൻഡ് ഇന്നും അത് തന്നെയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ ഇന്റർവ്യൂലൊക്കെ ആണെങ്കിൽ തന്നെ കേട്ടാ അറിയാം പുള്ളി പറയുന്നത് എനിക്ക് നോർമലായിട്ട് ജീവിക്കുന്നതാണ് ഇഷ്ടം, അതായത് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യപ്പെടണം എന്നില്ല. എന്റെ സിനിമ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറയാം, കൈയടിക്കണം എന്നൊരു നിർബന്ധമില്ല. ആവേശത്തിന് ശേഷം ഫഹദ് ഫാസിൽ ഇപ്പം ഓടും കുതിര ചാടും കുതിര വരെയുള്ള കുറച്ച് സിനിമകൾ, നമുക്ക് വേട്ടയ്യന്റെ കാര്യം അറിയാം, ബൊഗൈൻവില്ലേന്റെ കാര്യം അറിയാം, ഇങ്ങനത്തെ കുറച്ച് സിനിമകൾ. അപ്പം ഈ സിനിമകളിൽ ഫഹദിന്റെ സെലക്ഷൻ, ഈ സിനിമകൾ ഫഹദ് സെലക്ട് ചെയ്തത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു. ആദ്യത്തെ സിനിമ ബൊഗൈൻവില്ല എന്ന് പറഞ്ഞാൽ ഫഹദ് ഫാസിൽ അതിനകത്തൊരു പോലീസുകാരനായിട്ടാണ് വരുന്നത്. ആ ഒരു ക്യാരക്ടർ ശരിക്കും ഫഹദ് ഫാസിലിനെ കൊണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഫഹദ് ഫാസിലിന് ആ സിനിമയിൽ കമ്മിറ്റഡ് ആവേണ്ട കാര്യം പോലും ഇല്ല. ആ സിനിമ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നാമത് സിനിമ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ലെവലിനനുസരിച്ച് എത്തിയിട്ടില്ല. കാരണം അമൽ നീരദിന്റെ സിനിമ, അതിനകത്ത് ഫഹദ് ഫാസിലുണ്ട്, കുഞ്ചാക്കോ ബോബൻ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻ വളരെ വലുതായിരിക്കും. പക്ഷേ അതിന്റെ സ്റ്റോറി ആണെങ്കിലും എല്ലാ കാര്യങ്ങളാണെങ്കിലും ആ ഒരു ലെവലിലേക്ക് അത് എത്തിയിട്ടില്ല. അങ്ങനത്തെ ഒരു സിനിമയിൽ ഇപ്പോൾ ഫഹദ് ഫാസിൽ ഒരു മെയിൻ ക്യാരക്ടർ ആണെങ്കിലും ഓക്കെ, ഇടയ്ക്ക് വല്ലപ്പോഴും ഇങ്ങനെ ഒരു പോലീസുകാരനായി വരുന്നു. അതിനകത്ത് കഥയെ ബന്ധിപ്പിക്കുന്ന രീതിയിൽ ഒരു കാര്യങ്ങളും ഡയറക്റ്റായിട്ട് പുള്ളി ഭയങ്കരമായിട്ടുള്ള രീതിയിൽ പുള്ളി ഇടപെടുന്നില്ല. അപ്പൊ അത് ഒരു നോർമൽ ആയിട്ടുള്ള, അതായത് അത്രയും അതായത് ആവേശം പോലത്തെ ഒരു സിനിമയൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ അതിനു മുമ്പ് കമ്മിറ്റഡ് ആയതായിരിക്കാം. എന്നിരുന്നാൽ പോലും പുള്ളിക്ക് ആവേശം എന്നുള്ളൊരു സിനിമ ഇറങ്ങിയിട്ടില്ലെങ്കിൽ പോലും അതിനകത്ത് ആ ഒരു ക്യാരക്ടർ പുള്ളിക്ക് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അത് പുള്ളീന്റെ ലെവല് വീണ്ടും താത്തിക്കളഞ്ഞലുണ്ട്. ശരിക്കും ഒരു സൈഡ് റോളിൽ സാധാ ഒരു നടന്മാരൊക്കെ ചെയ്യുന്ന ഒരു റോള് പോയിട്ട് പുള്ളി കമ്മിറ്റഡ് ആയി. അത് ചിലപ്പം അമൽ നീരദിനോടുള്ള ഫ്രണ്ട്ഷിപ്പ് ബേസിലായിരിക്കും എന്ന് പോലും എനിക്ക് പിന്നീട് അത് തോന്നി. അതിനുശേഷം ഇറങ്ങിയ സിനിമയായിരുന്നു വേട്ടയ്യനില്ലാത്ത ഫഹദ് ഫാസിലിന്റെ റോള് എന്നെ ശരിക്കും നിരാശപ്പെടുത്തിപ്പോയി. അതായത് നമുക്കത് കാണുമ്പോൾ എന്തിന് ഫഹദ് ഫാസിൽ, അതായത് ഒരു തിരുട്ട്, അതായത് ഒരു കള്ളൻ, ഈ കള്ളന്റെ ഇവിടെ ഒരു മറുകും വെച്ച് പോലീസിനെ സഹായിക്കുന്ന ഒരാൾ, അങ്ങനെ ഒരു സിനിമയിൽ ഇയാൾ അഭിനയിക്കുന്ന സമയത്ത് പുള്ളിക്ക് കുറച്ചും കൂടിയും ക്യാരക്ടർ സെലക്ഷൻ കുറച്ചും കൂടി അടിപൊളിയാക്കായിരുന്നു. ലാസ്റ്റ് ഒരു എന്താ പറയുക, ഒരു വലിയ ഇതൊന്നും ഇല്ലാത്ത ആളെ പോലെ, ഒരു മണ്ടം കളിച്ച് കിടക്കുന്ന ആളെ പോലെ, പക്ഷെ കാര്യങ്ങളൊക്കെ പ്രോപ്പറായി ചെയ്യുന്ന ഒരാൾ
അത് പിന്നെ ഓക്കെയാണ്. രജനീകാന്തിന്റെ ഒരു കൂടെ ഒരു സ്ക്രീൻ സ്പേസ് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതേപോലെ തന്നെ അമിതാഭ് ബച്ചനും എല്ലാവരും ഉള്ളൊരു സിനിമ. അതിനുശേഷം ഫഹദ് ഫാസിൽ അഭിനയിച്ചത് പുഷ്പ 2-ലാണ്. പുഷ്പ 1-ല് ഫഹദിന്റെ ക്യാരക്ടർ ആ പോലീസുകാരൻ, അതായത് ചിലപ്പം അല്ലു അർജുനേക്കാട്ടിലും മേലെ നിന്നോ അല്ലു അർജുനേക്കാട്ടിലും മേലെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ആളാണ്. പുഷ്പ 2-ലേക്ക് വരുന്ന സമയത്ത് വീക്കായിട്ടുള്ള ഒരു വില്ലൻ. വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളീൻ്റെ ആ സ്വാഗും പുള്ളീൻ്റെ ആ കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്യാത്ത ഒരു സിനിമ. ഇതായിരുന്നു പുള്ളീൻ്റെ അടുത്ത സിനിമ. ഇതിനകത്ത് പുള്ളീനെ എന്നിട്ട് സിമ്പിളായിട്ട് കൊല്ലുന്നോലെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ മരിച്ചിട്ടുണ്ടാവണമെന്നില്ല, പക്ഷെ അതിനകത്തും പുള്ളിക്കൊരു മണ്ടംകളിയാണ്. അതിനുശേഷം ഇറങ്ങിയ സിനിമയാണ് മാരിസൺ. ഈ മാരിസൺ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആയിരുന്നു. ഭയങ്കര പ്രതീക്ഷയെ പോയതാണ്. നല്ല രീതിയിൽ പുള്ളി ആക്ട് ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ തമിഴ് സിനിമ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്ക് ഫഹദിനെ കള്ളനാക്കിയാലേ മതിയാവുള്ളൂ എന്ന് ഒരു തോന്നൽ എനിക്ക് അങ്ങനെ തോന്നി. കാരണം വേട്ടയ്യനിൽ ഫഹദിന്റെ അതേ സെയിം കോസ്റ്റ്യൂം, അതേ കാര്യങ്ങൾ. വേട്ടയ്യനിൽ ഒരു മറുകുണ്ട്, ഇതിൽ മറുകില്ല. ആ ഒരു വ്യത്യാസം മാത്രമാണ് ഞാൻ അതിനകത്ത് കണ്ടുള്ളൂ. പിന്നെ ഇതൊരു ഫീൽ ഗുഡ് മൂവിയാണ്. അത് കഴിഞ്ഞ് ക്ലൈമാക്സിലേക്കൊക്കെ എത്തുന്ന സമയത്താണ് കുറച്ച് കാര്യങ്ങളിലേക്ക് മാറിപ്പോകുന്നത്. നല്ല രീതിയിൽ ഹൈപ്പായി നിൽക്കുന്ന, ഡേറ്റ് കിട്ടാത്ത രീതിയിൽ മേലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഫഹദ് ഫാസിലിന് ഈ മാരിസൺ എന്ന് പറഞ്ഞ സിനിമയിൽ ശരിക്കും കമ്മിറ്റഡ് ആവേണ്ടയും ഡേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അതും ചിലപ്പോൾ പുള്ളി വടുവേലുവിൻ്റെ ഒരു കൂടെ ഒരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചെയ്തതായിരിക്കാം. പുള്ളി ഈ അടുത്തായിട്ട് പിടിച്ചു വരുന്ന ഒരു പാവം പിടിച്ച ആൾ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സൈഡിലേക്ക് ഒതുങ്ങിപ്പോകുന്ന ടൈപ്പ് ക്യാരക്ടേഴ്സ് തന്നെയാണ് മാരിസണിലും കണ്ടത്. അതിനുശേഷം ഇന്നലെ പോയിട്ട് ഓടും കുതിര ചാടും കുതിര കണ്ടു. ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഫഹദിന്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. കാരണം ലാസ്റ്റത്തെ 4 സിനിമകളും നമ്മൾ പ്രതീക്ഷ വെച്ച് പോയി. അത് കിട്ടാത്തതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയായിരുന്നു ഇതും വലിയ രീതിയിൽ അടിപൊളിയാവാൻ ചാൻസ് ഒന്നുമില്ല. കാരണം അതിനകത്ത് ഫഹദിന്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഞാൻ പലവട്ടം വിചാരിച്ചു ഇത് വേറെ ആരെങ്കിലും ഡബ് ചെയ്താണോ. പുള്ളീന്റെ സൗണ്ട് പോലെ പോലും തോന്നില്ല. ആ സിനിമ കണ്ടു തുടങ്ങിയപ്പം ആദ്യത്തെ കുറച്ച് നേരം ഒരു 10-20 മിനിറ്റ് പുള്ളീന്റെ സൗണ്ട് പ്രശ്നം ഉണ്ടെങ്കിലും, സൗണ്ട് മാത്രമല്ല പുള്ളി അഭിനയിക്കുന്ന ആ ഒരു രീതി, കോമഡി ആക്കാൻ വേണ്ടി സൗണ്ട് കുറെ മോഡുലേറ്റ് ചെയ്ത് പറയുന്ന പോലെ എഡിറ്റ് ചെയ്ത് നശിപ്പിച്ച പോലെ എന്തോ അറിയില്ല. പക്ഷെ അതും ഒരു അട്ടർ ഫ്ലോപ്പ് സിനിമയായിരുന്നു. ഫഹദ് ഫാസിലിന് എന്താ പറ്റിയെന്ന് തോന്നിപ്പോ. കാരണം പുള്ളീന്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ഓരോന്നും അത്ര അടിപൊളിയായിരുന്നു. ആ ഫഹദ് ഫാസില് അത്രയും നല്ല രീതിയിൽ അഭിനയിച്ച് ക്യാരക്ടേഴ്സിനെ കൊടുത്ത ഒരു നടൻ ഈ ഒരു സിനിമയിൽ ഇങ്ങനത്തെ രീതിയിൽ അഭിനയിച്ച് കൊളാക്കി എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്കത് ഭയങ്കരമായിട്ട് വിഷമാവുന്ന ഒരു കാര്യമാണ്. കാരണം പുള്ളി ഒരു വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ പിടിക്കാൻ നോക്കുന്നതാണെന്ന് നമ്മൾ വിചാരിച്ചാൽ പോലും ഈ മാരിസണിലെയും അതേപോലെ തന്നെ വേട്ടയ്യനിലെയും ക്യാരക്ടർ ഏകദേശം സിമിലർ ആണ്. അപ്പോൾ അതിനകത്ത് വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ടൊന്നുമല്ല. പക്ഷെ എന്തുകൊണ്ടോ പുള്ളീൻ്റെ ഈ 5 സ്ക്രിപ്റ്റ് സെലക്ഷനും എനിക്ക് പേഴ്സണലി ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിരുന്നു. ഓടും കുതിര ചാടും കുതിരയിൽ നിന്നുണ്ടായ പാഠം ഉൾക്കൊണ്ട് ഫഹദും ഒരു വലിയ തിരിച്ചുവരവ് ഇനി നടത്തി നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായി നിൽക്കുമെന്ന് നമുക്ക് വിചാരിക്കാം.